ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു പാകട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങ ചെന്നര മനുഷ്യ ചങ്ങായി പാട് അണകത്തെ ചങ്ങായി പാടാ കണ്ട ചങ്ങായി പാടി അറാക്കിയങ്ക നിന്റെ കടവും വ്യവഹാരവും യാറാവുക തുടങ്ങട അത് ചിലപ്പോ മരിക്കട സന്ദർഭത്തിൽ ആവാത്ത പരിസ്ഥിതി വരും അതുകൊണ്ട് ജാഗ്രത ആക്കിയുള്ളൂ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചിലര് കടവുണ്ടല്ലേ അത് ജാവാമ്പത്തുക്ക് നീ ടെൻഷനുള്ള മോണെ സുബയാമ്പത്തുക്ക് കളാട്ടള മോണെ കടയെടുത്ത് കൊടുക്കുക മനസ്സിന്നവണോ കൊടുക്കുക ആവാട്ടിക്കട സന്ദർഭത്തിൽ മോന്തി ആമ്പത്തുക്ക് ഉറക്കുമ്പോ ഉറക്ക് ബണ്ടില്ല ടെൻഷൻ തുടങ്ങട സുബൈക്ക് കടയെടു കട തന്നവണല്ല കണ്ടവർക്ക് കളാട്ട് തുടങ്ങട ഇതെല്ലാം നിങ്ങളുടെ പ്രായത്തിൽ നടന്നിട്ടുള്ളത് ചുരുക്കത്തിൽ ചിലടെങ്കിൽ കട ചെമ്മ ജാഗ്രത ആക്കിയല്ലോ കട ആയിട്ടിക്കടി ആറാൾ മറക്കും പോയിട്ട് ബഡ്ഡിക്ക് പാട്ടരുത് അക കെട്ട സന്ദർഭത്തിലും മംഗലവിടെ സന്ദർഭത്തിലും പാണെ കച്ചവടത്തിലുള്ള ചെമ്മ ജാഗ്രത ആക്കിയുള്ളൂ കടത്തുക്ക് നീ ഉറുക്ക കൈയിട്ടേ കടത്തെ കാണാറ ബഡ്ഡിക്ക് നീ ഉറുക്ക കൈയിട്ടേ അതിൽ മുങ്ങിയോണ്ടേ പോട്ടെ നീന അതിൽ അഭിവൃദ്ധി ആവുടൂ ಕೆಲವರು 1 ಲಕ್ಷ ರೂಪಾಯಿ ಬಾಣೆ ನರಕಡರು 10 ಲಕ್ಷ ರೂಪಾಯಿ ಕಡೆ എടുത്തതിന് കണ്ടെങ്കിൽ ಬಾಣೆ ತೆಗಿಟ್ಟು ಬಡ್ಡಿ ಎಲ್ಲ ಕೊಡ್ತಾರೆ പിന്നെ ഉഷാറാവാ 5 ವರ್ಷ ആകുമ്പോൾ ബഡ്ഡി തീരല്ലേ ചന്ദ്ര പേര് കണ്ട തീരില്ല അത് നിന്റെ നാശത്തിക്ക് കൊമ്പോണ്ടിക്കിടത് 50 ലക്ഷ ರೂಪಾಯಿ ಬಡ್ಡಿ എടുത്തെങ്കിൽ ബാങ്ക് എടുത്തെങ്കിൽ തിങ്കൾ ഇത്ര കെട്ടെങ്കിൽ മയ്യ അവിടെ തീരല്ല ചന്ദ്ര പേര് കണ്ട ഔത്തരബിക്കട പോലത്തെ പരിസ്ഥിതിയെ ബഡ്ഡി എടുത്തെങ്കിൽ ഉറക്കത്തുകല്ലേ പിന്നെ ബീടൊക്കെ ആവിടല്ലോ 40 ബംഗാറ് ബഡ്ഡി എടുത്ത് കൊടുക്കാച്ചതിന് പേര് കണ്ട മോള് തുമ്പിക്കോണാവൂ പെഞ്ഞേട് തുമ്പിക്കോണാവൂ ഔത്തലിന്ന് തുമ്പിക്കോണാവൂ ഇതെല്ലാം ഞങ്ങൾ ദൈനംദിന കണ്ടോട്ടിക്കടത് ബഡ്ഡി ഷാപ്പ ബഡ്ഡി നാശ ബഡ്ഡി ഹറാം അത് എടുക്കിടുതും കൊടുക്കിടുതും തിന്നിടുതും തിന്നുപാട്ടതും സാക്ഷി നിക്കിടുതും അതൊക്കെ വേണ്ട പഞ്ചായത്തിലും എല്ലാം പടച്ച തമ്പുരാന് പൊരുത്തപ്പെടാത്തത് അതിലൊരു മസ്ലഹത്തില്ല ബഡ്ഡി എടുത്തിട്ട് ബഡ്ഡി കൊടുക്കട്ടെ ബഡ്ഡി കൊടുത്തോണ്ടുള്ള ഒരാൾ ആയിരക്കണക്കിന് ബഡ്ഡി എടുത്ത ഒരാള് കൊടുക്കൊണ്ടില്ല ഇല്ലാണ്ടാമത് ഗലാട്ടായിട്ട് മൂന്നാമത്തെ റായത്തെ നേതാവ് പോയിട്ട് എന്തിനെ മസലത്താക്കി തീർക്കോവാനായിട്ട് പോയിട്ട് തീർക്കടെന്തേ ആണോ അവನು എത്ര കൊടുക്കോക്ക് ബാക്കിയില്ല 10 ಲಕ್ಷ ರೂಪಾಯಿ എടുത്തര എത്ര കൊടുക്കോಕು 11 ಲಕ್ಷ ರೂಪಾಯಿ കൊടുക്കോ 1 ಲಕ್ಷ ರೂಪಾಯಿ ಬಡ್ಡಿ ನೀನು 50 ಲಕ್ಷ ರೂಪಾಯಿ ಎಂದ್ರ 50,000 ರೂಪಾಯಿ ಸುಧಾರಿಕೆ 11 ಲಕ್ಷ വേണ്ട 10 തന്നെ മയ്യാവല്ലേ എന്തിരെ ഊണ് പോയിട്ട് പഞ്ചായത്തേക്ക് കിട്ടി തീർക്കട അങ്ങനെ ബഡ്ഡി യാറിന്റെ ബഡ്ഡി കോറടിയാക്കി തീർക്കടേ അതല്ല ഞങ്ങളുടെ പഞ്ചായത്തേക്ക് അങ്ങനെ യാറിന്റെ ബഡ്ഡിയുടെ കോറടിയാക്കി തീർക്കടേ പാതി കൊടുത്തേ ഈ ബഡ്ഡിയില ബഡ്ഡിക്ക് നാണില്ല എടുത്ത കട കൊടുത്തീ അതുകൊണ്ട് ബഡ്ഡി പൊടുന്നീ അത് അല്ലാഹു പൊരുത്തപ്പെടാത്തത് കട കൊടുത്തത് എടുത്തു ഇത് ആക്കണായത് അല്ലെ ഞങ്ങളുടെ പ്രായത്തിൽ നടക്കടാത് എന്ത് എല്ലാരും ബഡ്ഡിയിലെ മുങ്ങിയിട്ടുള്ളേ പള്ളിക്ക് കൊടുക്കുന്നതും കൊറേ മറുത് ബഡ്ഡിട്ടത് സ്വതക്ക കൊടുക്കുന്നതും ബഡ്ഡിട്ടത് ആരസ ഉദ്ധാരത്തേക്ക് ബാനായിട്ട് അതുകൊണ്ട് മുസ്ലിമീങ്ങളെ ബഡ്ഡി വ്യവഹാര ശരിയല്ല ചെന്നത് വ്യഭിചാരത്തെ കാണാം അതും സ്വന്തം ഉമ്മടെ വ്യഭിചാറാക്കടെ കാണാറ് നാശായത് നീചമായത് കാണുക ചന്ത ഉറുക്കത്ത് കുറുക്കൊസിയാവും ബഡ്ഡി വ്യവഹാരം ബഡ്ഡി കൊടുക്കടവണ ഈ നിമിഷത്തിൽ തൗബ ആക്കണു കൊടുത്ത കാസ് ബഡ്ഡി ലെസ്സാക്കിട്ട് ഹസലുടെ വേണമെങ്കിൽ എടുത്ത് തീർക്ക് ബഡ്ഡി ബഡ്ഡിക്ക് എടുത്തോണം കൊടുത്തോണ്ടുള്ള ആളുള്ളല്ല അവണും ആലോചനക്ക് ഇന്ന് റബ്ബനാണ് ബഡ്ഡിക്ക് 10 രൂപ എടുക്കില്ല ബഡ്ഡിക്ക് നാണ് എടുത്തതിന് അസലൊന്ന് കൊടുത്തിട്ടുണ്ടല്ലോ ബഡ്ഡി ഇല്ലാണ്ടിക്ക് വേണ്ടിട്ട് പ്രയത്ന ആക്കടെ ഈ രൂപത്തിലാക്കിട്ട് ബഡ്ഡിയുടെ വ്യവഹാരം ആക്കടെ തൗബാക്കുക പ്രയത്നാക്കറു ഇല്ലാണ്ട് കണ്ട റബ്ബിടെ മുട്ടത്തിൽ രക്ഷപ്പെടുക സാധ്യമില്ല പ്രത്യേകിച്ചും പെണ്ണുങ്ങളിൽ ചൊല്ലുള്ളത് എച്ചിനം ചെന്നത് പോലെ എച്ചിനം പെണ്ണിങ്ങ ഈ ബഡ്ഡിയുടെ വിഷയത്തിൽ യാറയും ഒരു ആണിങ്ങ നാശാവ് കാരണം പെണ്ണിങ്ങളെ ആഡംബര ജീവനത്തെ കാരണത്തിൽ ഞങ്ങളെ ബംഗാറ് ഞങ്ങളെ ബതുക്ക് ഞങ്ങളെ അക ഞങ്ങളെ ഐശ്വര്യ ഞങ്ങളെ ഭാര്യ പോലെ ഞങ്ങളെ ഡ്രസ്സ് ഞങ്ങളെ മങ്ങിൽത്തിക്ക് ബാനായിട്ടായിട്ട് മാപ്പിളുടെയും ബാപ്പടയും തലതിണ്ടിട്ട് ബഡ്ഡി കിളിപ്പാട്ടത് തെളി ജാഗ്രത ആക്കുമ്മ മരിക്കുമ്പോ തുകി അങ്ങനെ ഏത് രൂപത്തിൽ ചൊല്ലുക സാധ്യമില്ല മരിക്കടെങ്കിൽ സ്വാലിഹ്യങ്ങൾ മരിച്ചതുപോലെ മരിക്കുന്നുണ്ട് കണ്ടെങ്കിൽ ബഡ്ഡി വ്യവഹാരത്തെ നിപ്പാട്ടിട്ടെത്തിയോ അതുകൊണ്ട് തന്റെ പളക്കത്തേക്ക് വിരാമാക്കട അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട ജീവന നടത്തുന്ന പ്രയത്നം നടത്തുക മുസ്ലിമേ കല്ല് പോയി ഞങ്ങളെ ഔത്തുക വേണായിട്ടാ ഞങ്ങളെ വാഹനത്തേക്ക് വേണായിട്ടാ മങ്ങിലത്തേക്ക് വേണായിട്ടാ ആ ബഡ്ഡി വ്യവഹാരം ആക്കിയിട്ടുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗബ ആക്കിയിട്ട് ഖേദിച്ച് പിടിച്ച് മടങ്ങുക
ഇന്ന് പവിത്രമായ തിങ്കൾ വന്നോട്ടുള്ളത് റജബ് തിങ്കൾ, ശഅബ് തിങ്കൾ, ശഅബാൻ തിങ്കൾ, ബർക്കത്തുള്ളത് ബഡ്ഡി മുക്തമായിട്ട് പടച്ച തമ്പുരാന്റെ ബർക്കത്ത് കേക്കുറുനിങ്ങ അല്ലാഹു സുബ്ഹാനഹു വ തആല ബർക്കത്ത് നിക്ക് ചൊരിച്ചു തന്നാണ്ട് കണ്ടെങ്കിൽ പിന്നെ ബഡ്ഡി വേണ്ട, കട വേണ്ട, ഹലാക്കിയത്ത് വേണ്ട. അതുകൊണ്ട് സത്യപ്രതിജ്ഞ എടുത്തുള്ളൂ, റബ്ബേ ബണ്ട് റമളാന് ബണ്ട് കാണുന്നോളോ നിന്റെ കടവൊന്നു തീരണോ അല്ലാ, ബഡ്ഡി വ്യവഹാരം നാണാക്കില്ല റബ്ബേ. സത്യപ്രതിജ്ഞ എടുത്തിട്ട് നല്ലൊരു മുസൽമാൻ ആവുക പ്രയത്നാക്കിള മോണേ. ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ പോലത്തെ ആലിമീങ്ങൾ കാട്ടിത്തന്ന തിരുളുന്നങ്ങ ഉള്ള കാണ്ടില്ല. ബഹുമാനപ്പെട്ട നൗഷാദ് ഹാജി സൂറൽ പാടി അവിടെ ചെന്നെങ്കും മറക്കുകയാവാത്തത്. നൗഷാദ് ഹാജി ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ പിരിസബിക്കട ഒരാളായിട്ടുണ്ട്. മിസ്തബൈൽ ഉസ്താദ് നടന്നതുപോലെ മിത്തബൈൽ ഉസ്താദ് കാട്ടിക്കൊടുത്ത തിരുളിങ്ങനെ നടന്നോട്ടിന്ന ഒരാളായിട്ടുണ്ട്. അടച്ചറബ് മിത്തബ ബഹുമാനപ്പെട്ട നൗഷാദ് ഹാജിന് അള്ളാഹു പൊരുത്തപ്പെട്ട് ആ ചെല്ലത്ത് ഉദാഹരണമായിട്ട് കിട ആയിരക്കണക്കിന് ആളുമാർ ആ മയ്യത്ത് കാണുക വന്നത്. ആ ദ്വാ മൈലാമോണെ അതുകൊണ്ട് മനുഷ്യ ബാലക്കാറാ നൗഷാദ് ഹാജി ചെറിയ വയസ്സിൽ അള്ളാഹു ഇബാദത്തെടുത്തിട്ട് പാവത്തങ്ങളെ കണ്ണിട തണ്ണിയൊപ്പിത്ത് അതേപോലെ 40-44 വയസ്സിന്റെ ബാലക്കാരൻ നൗഷാദ് ഹാജി മരിക്കട സന്ദർഭത്തിലും സമയത്ത് കയ്യിൽ ഇങ്ങനെ ആ തസ്ബീഹയുടെ കൗണ്ടർ ഉണ്ടല്ലേ, അത് ബെർലിലേ ഉണ്ടോ. അങ്ങനെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ പിന്നെ മയ്യത്ത് കുളിപ്പാട്ട തങ്ങ സന്ദർഭത്തിലായിട്ട് കിട മയ്യത്ത് കുളിപ്പാട്ട ആളായിട്ട് കിട കൗണ്ടർ എടുത്തത്. അത്രത്തോളം കൗണ്ടർ കയ്യിൽ കിടത് എപ്പോഴും ഒത്തിയോണ്ടിക്കോ ചെറിയ വയസ്സില് ബെടക്കത്തരത്തെ പിറകള് കൊണ്ടില്ല, ബെടക്കത്തരത്തങ്ങളെ ചെങ്ങായി പാടില്ല. നല്ലങ്ങ മാത്രം ഒട്ടിക ഇക്കടത്, നല്ലങ്ങളെ മാത്രം ഒട്ടിക സേരിടത്. എപ്പോഴും പള്ളിയുടെ വിഷയത്തിൽ ചിന്തയിക്കോ, എപ്പോഴും മദ്രസത്തെ വിഷയത്തിലും ദീനുടെ വിഷയത്തിലും ചിന്താക്കിയോണ്ടിക്കോ. മദ്രസത്തെ വിഷയത്തില് ദീനുടെ വിഷയത്തില് ചിന്ത ആക്കട സന്ദർഭത്തിൽ പടച്ച തമ്പുരാന് കൊടുത്ത അംഗീകാരം അരിക്കട കാണ കൊരിയ നാളും ഒന്നുള്ള തിങ്കള് ഭർത്തിയായിട്ടുള്ള സമസ്ത കേരള അതേപോലെ മദ്രസ മാനേജ്മെന്റിന്റെ അധ്യക്ഷ ആയിട്ട് പടച്ചവനെ ലക്ഷക്കട്ടലെ വിദ്യാർത്ഥിമാർ ആ മനുഷ്യക്ക് ദുവാരുന്നത്. അങ്ങനെ നല്ല സ്വഭാവം ഞങ്ങളുടെ റായത്തിൽ ഇന്ന് മദ്രസ ദീനെ പാവത്തങ്ങളെ സഹായാക്കട മനോഭാവ ചെറിയ ബേസിലേക്കട്ടുള്ള ബാലക്കാറാ നിന്റെ കയ്യില് ഇന്നത് തെല്ലെങ്കും നിന്റെ ഒട്ടിക ഇന്ന് നിന്റെ നല്ലെങ്ങ നിന്റെ ഒട്ടിക ഇന്ന് ചങ്ങായിമാർ സാലിഹ്യങ്ങളായ ആളുമാർ നിന്റെ നിരക്കരുടെ ആളുമാർ പാവത്തങ്ങ എന്തെങ്കിലും ഒരു നേരത്തെ ആഹാര വജീന നിന്റെ കൈടത്തിനടങ്ങാവട്ടോ. ഈ രൂപത്തിൽ പിന്നൊരാൾക്ക് പറോപ്പാക്കാറാക്കിട്ട് മരിച്ചപ്പോ നങ്ക ദുവാരൊക്കെ കുറെ ആളുമാറെ ബയിക്കുക. നല്ല നല്ല വിഷയത്തെ പൂർണ്ണമായിട്ടും സാക്കാറാക്കുക. മരിക്കുമ്പോ സാലിഹ്യങ്ങൾ മരിച്ചതുപോലെ മരിച്ചൽ പിന്നെ സാലിഹ്യ നങ്ക് ദ്വാരക്കിടത് പോലെ മരിച്ചൽ പിന്നെ നല്ല ആളുമാർ നല്ല ജാഗ്രത ദ്വാരക്കിട പോലെ ആ സംവിധാനം ഉണ്ടാക്കാ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രത്യേക നടപ്പാക്കുള്ളത് ഇൻഷാ അല്ലാഹ് അല്ലാഹു അനുഗ്രഹിച്ചെങ്കിൽ നാളെ കളി മാർച്ച് 10-ാം താരീഖുണ്ട് നനഫബേശ്വറു. മാർച്ച് 10-2 വെള്ളിയാസരണ്ട് അസർ നിസ്കരിച്ചൽ പിന്നെ ബീസ് റോഡുടെ പൂഞ്ച മൈതാനത്തിൽ ഐതിഹാസിക സമസ്ത ആദർശ സമ്മേളനം നടക്കുകയുണ്ടു. അതും ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങൾ തവ്വലല്ലാഹു ഉംറഹു അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ. ആ സമസ്തത്തെ മഹോന്നത നേതാവായിട്ട് തങ്ങൾ ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കട്ടെ. ഐതിഹാസിക മഹാസംഗമ വിത്തുപാതയുടെയും പരിസര പ്രദേശത്തിൽ നിന്ന് സകലമാന ആളുമാരെയും മാർച്ച് 10-2 ബീസ് റോഡ് പൂഞ്ച മൈതാനത്തേക്ക് ബഹുമാനപ്പെട്ട ശൈഖുനാ മിത്തബൈൽ ഉസ്താദിനെ വേദിക്ക് നാണ് ആഹ്വാനാക്കിയിട്ടുള്ള അല്ലാഹു തആല അതിനെ യശസ്വിയാക്കുന്ന തൗഫീഖ് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ആരും പോവണ്ട തെല്ല് നേരെ ദ്വാരം നമുക്ക് പോകാം ഇൻഷാ അല്ലാഹ്. വലിയൊരു ബച്ചൻകായി മാഷാ അല്ലാഹ്.
ഉസ്താദിനൊട്ടിക മരിച്ചുപോയ മുഷറഫ് മാഷാ അല്ലാഹ് ചെറിയൊരു പാലക്കാര ചെമ്മ രൂപത്തിൽ പാവത്തങ്ങൾ ചെറിയ വയസ്സിലെ ഹിദ്മത്തെടുത്തോണ്ട് നല്ലൊരു പാലക്കാർ അല്ലാഹുവേ മുഷറഫിന്റെ ഖബർ ജീവിതം സന്തോഷത്തിലാക്കുക അല്ലാഹ്. മുഷറഫിന്റെ കുടുംബത്തിന് താങ്ങാനുള്ള മനസ്സും സബറും നൽകണേ തമ്പുരാനെ. സ്വർഗത്തിലെ ഉമ്മക്കും ബാപ്പക്കും കുടുംബത്തിനും മുഷറഫിനെ നീ തിരിച്ചു കൊടുക്കണം തമ്പുരാനെ. ഞാൻ മാദ്യം ചെല്ലി കിടാവിടെ ഉമ്മടെ റായത് അല്ല എന്തിന് ഈ പിലുണ്ടൽ പിടിച്ച് കുത്തിയിട്ട് മരിച്ചിരുമ്പോ ഞാൻ അല്ലാഹുവിനെ ഖബർ ജീവിതം നീ സ്വർഗത്തിലാക്ക് തമ്പുരാനെ. ആ കിടാവിനെ നീ തിരിച്ച് ഉമ്മക്കും ബാപ്പക്കും നീ സ്വർഗത്തിൽ തിരിച്ചു കൊടുക്കുക അല്ലാ. ആ കിടാവിന്റെ സ്വർഗത്തിന്റെ പുഷ്പങ്ങളിൽ നീ ഉൾപ്പെടുത്തണം തമ്പുരാനെ. പടച്ചറബ്ബേ ആ കിടാവ് അനുഭവിച്ച വേദന അല്ലാഹുവേ സ്വർഗത്തിൽ സന്തോഷവും സമാധാനവും അല്ലാഹുവേ ആ കിടാവിനും കിടാവിന്റെ ഉമ്മക്കും ബാപ്പക്കും നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചറബ്ബേ ആ കിടാവിന്റെ ഉമ്മക്കും ബാപ്പക്കും സബർ ചെയ്യുന്ന മനസ്സ് നൽകണേ അല്ലാ. സമാധാനമുള്ള സന്തോഷമുള്ള ഇസ്സത്തുള്ള ജീവിതം അവർക്ക് നൽകണം തമ്പുരാനെ. ഇതിക്ക് എത്ര അള്ളാഹു എല്ലാവരെയും സതുദ്ദേശത്തെ സഫലീകരിച്ചു കൊടുക്കുമാറാവട്ടെ. പ്രത്യേകിച്ചിട്ടും നമുക്ക് വാളുക വന്ന സന്ദർഭം നമുക്ക് നല്ല രൂപത്തിൽ ആഹാരമെല്ലാം ഉണ്ടാക്കി തന്നെ പ്രത്യേകിച്ചിട്ടും ഉണ്ട് ആഹാരത്ത് ഉണ്ട് അല്ലേ നാഷ്ടത്തേക്ക് പോയ സൗദിൽ ഇന്ന് ഒരാൾക്ക് ദ്വാരക്ക് വേണമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല. അല്ലാഹു നീ ഖൈറും ബർക്കത്തും സന്തോഷവും കൊടുക്കു തമ്പുരാനെ. അധ്വാനിച്ച കാസ് പൂർണ്ണമായിട്ടും കിട്ടുകിന്ന മനസ്സ് കൊടുക്കുകിന്ന മനസ്സ് അവന്റെ സൗദിക്ക് നീ കൊടുക്കു തമ്പുരാനെ. അല്ലാഹുവേ ഹക്ക് കയ്യിൽ എത്തിയിട്ടും അതിൽ കുടുംബത്തിന് എത്തുപാട്ടി കൊടുത്തൊരു നല്ല ജീവനം നയിക്കുന്ന സൗഭാഗ്യം കൊടുക്കു തമ്പുരാനെ. പ്രത്യേകിച്ചും അതേപോലെ ഞങ്ങളുണ്ട് ഉസ്താദ്മാരും ഞങ്ങൾക്ക് എല്ലാവർക്കും അതിഥിമാർക്കെല്ലാം നല്ല രൂപത്തിൽ ആഹാറാക്കി തന്നെ. പ്രത്യേകിച്ചും എൻ്റെ സ്റ്റുഡൻറ്റും കൂടിയായിട്ട് ഇവിടെ ഷിഫാന ചെല്ലർ പെണ്ണ് മങ്ങിലായിട്ട് വന്നത് ഇപ്പോഴും മുളറപ്പട്ടണത്തിൽ അല്ലാഹു എന്ന് ഞങ്ങൾക്ക് ബർക്കത്ത് ചൊരിച്ചു കൊടുക്കുക അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിന് ഈ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്ത് തമ്പുരാനെ. പടച്ചറബ്ബേ ആ പെണ്ണിടെ ആ സഹോദരിയുടെ മാപ്പിള ഗൾഫിലുള്ള അല്ലാഹു അവണക്കും ബർക്കത്തും ഖൈറും നിഅമത്തും അഭിവൃദ്ധിയും ചൊരിച്ചു കൊടുക്കും തമ്പുരാനെ. ഞങ്ങളുടെ കുടുംബത്തെ ഖൈറുള്ള കുടുംബമാക്ക റബ്ബേ. സ്വാലിഹ്യങ്ങളായ സന്താനങ്ങളെ നീ പ്രദാനം ചെയ്യണം തമ്പുരാനെ. അല്ലാഹു ഞങ്ങളുടെ ഔത്തിലും കുടുംബത്തിലും നൈപ്പുളും ബർക്കത്തും റഹ്മത്തും നിഅമത്തും നൽകി അനുഗ്രഹിക്കണം തമ്പുരാനെ. എല്ലാവിധ ആഫത്ത് മുസീബത്ത് ബലാഅത്തുകൾ ഞങ്ങളെയും കുടുംബത്തങ്ങളെ നീ സലാമത്താക്ക തമ്പുരാനെ. ഒന്ന് എല്ലാവരും വന്നിട്ട് എന്തെങ്കിലും നല്ല നീയത്തോടു കൂടെ പടച്ചറബെന്നെ കടത്തിൽ നിന്നിട്ട് സലാമത്താക്കണം ചില നീയത്തോടു കൂടെ മരിച്ചങ്ങളെ പേരിൽ ഹദിയാക്കിയിട്ട് എന്തെങ്കിലും തന്നിട്ട് ഇൻഷാല്ലാഹ് വിദേശ ജണ്ടയും ദ്വാരന്നിട്ട് പോകാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് 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 സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്
صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد. അർഹമുറഹീമായ മാലിക്കുൽ മുലൂക്കായ തമ്പുരാനെ, നമ്മുടെ മാതാപിതാക്കൾ, ജ്യേഷ്ഠന്മാർ, ഭാര്യ, മക്കൾ, കൂട്ടുകുടുംബാദികള്, അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്ത എല്ലാ പാപങ്ങളെ പൊറുക്കണേ അല്ലാ. റഹ്മാനായ നാഥാ, എല്ലാവിധ ആഫത്തുകളിൽ നിന്നും, മുസീബത്തുകളിൽ നിന്ന്, ബലാത്തുകളിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽപ്പെട്ട പലരും പല രീതിയിലുള്ള രോഗികളുണ്ട് അല്ലാ. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ ഭാര്യ മക്കളുടെ, നമ്മുടെ കുടുംബങ്ങളുടെ, നമ്മുടെ വീട്ടിലുള്ളവരുടെ അല്ലാഹുവേ, നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർ, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നൽകുക അല്ലാ. എല്ലാവരുടെ ലാഹിറും ബാത്തിനുമായ റൂഹാനും ശൈത്താനുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ ശിഫയാക്കുക അല്ലാ. അല്ലാഹുവേ, ശാരീരികവും മാനസികമായ രോഗങ്ങളും വേദനകളും പടച്ച റബ്ബേ, സിഹിർ കൊണ്ട്, കണ്ണീർ കൊണ്ട് കഷ്ടപ്പെടുന്നവരുടെ രോഗങ്ങളെയും നീ ശിഫയാക്കുക അല്ലാ. മാരക രോഗങ്ങളിൽ നിന്ന്, മരുന്നില്ലാത്ത രോഗങ്ങളിൽ നിന്ന്, അവയവങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്ന രോഗങ്ങളിൽ നിന്ന് ഞങ്ങളെയും കുടുംബങ്ങളെയും കാക്കണേ അല്ലാ. റഹ്മാനായ നാഥാ, കടങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സലാമത്താക്ക് അല്ലാ. ദാരിദ്ര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ നാഥാ, ദാരിദ്ര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. അല്ലാഹുവേ, ബഡ്ഡി വാങ്ങുന്ന, ബഡ്ഡി കൊടുക്കുന്ന അല്ലാഹു അങ്ങനെയുള്ള ഗതികേട് എത്തിപ്പിക്കരുതേ അല്ലാ. ബഡ്ഡി കൊടുക്കാൻ വേണ്ടി, പലിശ നൽകാൻ വേണ്ടിയിട്ട് കടം വാങ്ങുന്ന അവസ്ഥയിലേക്ക് ഞങ്ങളെ നീ എത്തിപ്പിക്കരുതേ അല്ലാ. അത്തരം ഹറാമിയത്തുകളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഹറാമായ സമ്പാദ്യങ്ങളിൽ നിന്ന് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, ഞങ്ങൾ ചെയ്യുന്ന കച്ചവടങ്ങൾ, കൃഷികൾ, ഇടപാടുകൾ, ഉദ്യോഗങ്ങളിൽ ബർക്കത്തും നിഅമത്തും നൽകണം തമ്പുരാനെ. പടച്ചവനെ, സിൽസില മീഡിയയിലൂടെ ആയിരക്കണക്കിന് ആൾക്കാർ പുറം ലോകങ്ങളിൽ നിന്ന്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും, മറ്റുള്ള നാടുകളിൽ നിന്നും, വിദേശങ്ങളിൽ നിന്നും കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അല്ലാഹുവേ, അവരുടെയും ഞങ്ങളുടെയും സദുദ്ദേശങ്ങൾ സഫലീകരിക്കണേ അല്ലാ. കഷ്ടപ്പാടുകൾ ദൂരീകരിക്കണേ നാഥാ. കടങ്ങളിൽ നിന്ന് സലാമത്താക്ക് അല്ലാ. ദാരിദ്ര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, അല്ലാഹു, വിദേശ രാജ്യങ്ങളിൽ, ഗൾഫ് രാജ്യങ്ങളിൽ പല രീതിയിലും കഷ്ടങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. നാട്ടിലേക്ക് വരാൻ കഴിയാതെ കുടുങ്ങിപ്പോയവരുണ്ട്. അവർക്ക് മോചനം നൽകുക അല്ലാ. നാട്ടിലേക്ക് വന്ന് കുടുംബത്തോടെ ചേരാൻ സൗഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ, അധ്വാനിച്ച പണം നൽകാതെ, അല്ലാഹു കിട്ടാതെ കഷ്ടപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് റബ്ബേ. അധ്വാനിച്ച ഹക്ക് അത് കിട്ടാനുള്ള, അത് തരാനുള്ള മനസ്സ് അവരുടെ സൗദികൾക്ക്, അവരുടെ അല്ലാഹു, അവരുടെ യജമാനന്മാർക്ക് നൽകണം തമ്പുരാനെ. പടച്ചവനെ, ജയിലിലകപ്പെട്ട ഒരുപാട് ജനങ്ങളുണ്ട് റബ്ബേ. അവരുടെ നിരപരാധിത്വം അല്ലാഹുവെ തെളിഞ്ഞ് നാട്ടിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചു വരാൻ സൗഭാഗ്യം നൽകുക അല്ലാ. പടച്ചവനെ, മരിക്കുന്നത് വരെ നമ്മുടെ ഈമാനും ഇസ്സത്തും നിലനിർത്തണേ അല്ലാ. ബിദ്അത്തിൽ നിന്നും, ദലാലത്തിൽ നിന്ന്, കുഫ്രിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും രക്ഷപ്പെടുത്തണേ അല്ലാ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പടച്ചവനെ, നമ്മുടെ ഉലമാക്കന്മാർക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ദീർഘായുസ് നൽകണേ നാഥാ. പടച്ചവന് ഒരുപാട് കൊല്ലക്കാലം ഈ സമുദായത്തിനെ നയിക്കാനുള്ള സൗഭാഗ്യവും ദീർഘായുസും സന്തോഷവും അവർക്ക് നൽകണേ അല്ലാ. പരസ്പരം സുന്നത്ത് ജമാഅത്തിന്റെ അഹ്ലുകാർ ഐക്യത്തോടെ, സ്നേഹത്തോടെ, സാഹോദര്യ ബന്ധത്തോടെ അല്ലാഹു നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ചെയ്യാനുള്ള മനസ്സും സൗഭാഗ്യവും നൽകുക അല്ലാ. ബിദ്അത്തിൽ നിന്നും, ദലാലത്തിൽ നിന്നും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളെയും കാക്കണേ നാഥാ.
റഹ്മാനായ നാഥാ, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗഭവനമാക്കണേ അല്ലാ. അവരുടെ ഖബറിടങ്ങളെ വിശാലമാക്കണേ നാഥാ. അവരെയും ഞങ്ങൾ നിന്റെ ജന്നാത്തുൻ നഈമിൽ ഒരുമിച്ച് കൂട്ടണം അല്ലാ. ഈ ബിത്ത്ബാദ ജുമുഅത്ത് പള്ളിക്ക് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഇതുപോലത്തെ മുഹീദ്ദീൻ റാത്തീബിന് വേണ്ടി കഷ്ടപ്പെട്ടവർ, ഓടി നടന്നവർ, ഇതിനു വേണ്ടി ചെലവാക്കിയവർ, ആണുങ്ങൾ പെണ്ണുങ്ങൾ പലരുമുണ്ട് അല്ലാ. പലരും മരിച്ചു പോയിട്ടുണ്ട്. അവരുടെ ഖബറിടം വിശാലമാക്ക് അല്ലാ. ഇൽമിന്റെ മജ്ലിസിന്റെ പ്രകാശം കൊണ്ടവരുടെ ഖബർ ജീവിതം പ്രകാശം നൽകണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ സഹായിക്കുന്നവർക്ക് നിന്റെ സഹായം നൽകണേ അല്ലാ. വഅലിന് വരുന്ന സമയത്ത് നല്ല നല്ല ഭക്ഷണങ്ങൾ ഉണ്ടാക്കി തരുന്നവർ റബ്ബേ, പടച്ചവനെ, ഇവിടെയുള്ള ഉസ്താദന്മാർക്ക് നല്ല നല്ല ഭക്ഷണങ്ങളും പാനീയങ്ങളും നൽകുന്നവർ, അല്ലാഹു നിന്റെ പള്ളിയെ സഹായിക്കുന്നവർ, സ്നേഹിക്കുന്നവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം നൽകണേ അല്ലാ. ഇവിടുത്തെ ഖതീബ് ഉസ്താദ്, മറ്റുള്ള മുഅദ്ദിൻ ഉസ്താദ്, സദർ ഉസ്താദന്മാർ, എല്ലാ ഉസ്താദന്മാർക്കും ആഫിയത്ത് നൽകണേ അല്ലാ. അവർക്ക് സഹായിക്കുന്നവർ, അവരെ സപ്പോർട്ട് ചെയ്യുന്ന നല്ലവരായ കമ്മിറ്റിയുടെ ഭാരവാഹികൾക്കും ഖൈർ നൽകണം തമ്പുരാനെ. നമ്മുടെ മക്കള് നല്ലത് പഠിച്ച് നല്ല രീതിയിൽ വളരാനുള്ള നല്ല ബുദ്ധി നൽകണം തമ്പുരാനെ. ഞങ്ങൾക്ക് നീ സാലിഹ്യങ്ങളായ മക്കളെ താ അല്ലാ. നീ തന്ന മക്കളെ സാലിഹ്യങ്ങളാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. മുഖ്ലിസീങ്ങളാക്കണേ അല്ലാ. നമ്മുടെ പെണ്ണുങ്ങളെ സ്വർഗീയ വനിതകളാക്കണേ അല്ലാ. നമ്മുടെ പെണ്ണുങ്ങളെ സ്വർഗീയ പുഷ്പങ്ങളാക്കണേ അല്ലാ. ദുനിയാവിലും അവരെയും ആഖിറത്തിലും അവരെ കൊണ്ട് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷം നൽകണേ അല്ലാ. ഹൂറുൽ ഈങ്ങളിൽ അവർ ഉൾപ്പെടുത്തണേ അല്ലാ. ഉമ്മഹാത്തുൽ മുഅ്മിനാത്തുകളോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റബ്ബേ. ജീവിച്ച് കൊതി തീരുന്നതിന് മുമ്പ് ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ പലരുമുണ്ട്. ചെറിയ ചെറിയ കുട്ടികൾ മരിച്ചവരുണ്ട് അല്ലാഹുവേ. യൗവന പ്രായത്തിൽ മരിച്ചവരുണ്ട്. അവരെ എല്ലാവരുടെ ഖബറിടങ്ങളെ സ്വർഗ്ഗഭവനമാക്കുക അല്ലാ. സ്വർഗത്തിൽ സന്തോഷമുള്ള ജീവിതം നൽകണേ അല്ലാ. പടച്ചവനെ, നമ്മുടെ മക്കളെ സാലിഹ്യങ്ങളാക്കണേ അല്ലാ. മുത്തഖീങ്ങളാക്കണേ അല്ലാ. നാഫിയായ ഇൽമു നൽകണേ അല്ലാ. നല്ലത് പഠിച്ച് നല്ല രീതിയിൽ വളരാണ് മാതാപിതാക്കളെ കുടുംബക്കാരെ സ്നേഹിക്കാന് ബഹുമാനിക്കാന് ഖിദ്മത്ത് ചെയ്യാനുള്ള മനസ്സും പ്രാപ്തിയും നൽകണേ അല്ലാ. നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ കുടുംബത്തിലുള്ള പെണ്ണുമക്കൾക്ക് സാലിഹ്യങ്ങളായ ഭർത്താക്കന്മാരെ എത്തിച്ചു തരണേ അല്ലാ. പടച്ചവനെ, നമ്മുടെ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വന്ന നമ്മുടെ മരുമക്കള് പടച്ച റബ്ബേ, അവരെ കൊണ്ടും സമാധാനവും ബർക്കത്തും ചൊരിക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും റഹ്മത്തിന്റെ മലായികത്തുകളെ കൊണ്ട് കാവൽ നൽകണേ അല്ലാ. നമ്മുടെ പെണ്ണുമക്കളെ പല വീടുകളിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് റബ്ബേ. ആ വീട്ടിലും ബർക്കത്ത് ചൊരിക്കണേ അല്ലാ. അവിടെയും അവരെ കൊണ്ട് സമാധാനം ഇസ്സത്തും നിലനിർത്തണേ അല്ലാ. ബർക്കത്തുള്ള കുടുംബമാക്കണേ നാദാ. കുടുംബങ്ങളിലുള്ള കലഹങ്ങളെ ദൂരീകരിച്ച് ഖൈറ് നൽകണേ അല്ലാ. പടച്ചവനെ, അപകടങ്ങളിൽ നിന്ന്, അപകട മരണങ്ങളിൽ നിന്ന്, ആഫത്ത് മുസീബത്ത് ഫിത്ന ബലാത്തുകളിൽ നിന്ന്, അല്ലാഹുവേ, പെടുങ്ങനെ വന്നെത്തുന്ന മരണങ്ങളിൽ നിന്ന്, ആക്സിഡന്റ് പോലത്തെ അപകടങ്ങളിൽപ്പെട്ട് മരിക്കുന്ന മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും നമ്മുടെ ഭാര്യ മക്കളെയും കുടുംബങ്ങളെയും കാക്കണേ അല്ലാ. മരിക്കുമ്പോൾ നിന്റെ സാലിഹ്യങ്ങൾ മരിച്ചതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ച് സ്വർഗം കണ്ട് സന്തോഷത്തോടെ മരിക്കുന്ന സൗഭാഗ്യം നൽകണേ അല്ലാ. اللهم اغفر لنا وللمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات آمين برحمتك يا أرحم الراحمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم. നല്ല പളക്കത്തിലാർക്കെങ്കിലും മനസ്സിൽ നമ്മൾ അവിടെ പോലത്തെ ശബ്ദം വന്നിട്ട് നാം മാഫാക്കണം ചെന്നിട്ടും നക്കും തന്റെ കുടുംബത്തിൽ ഹൈർക്ക് വേണ്ടിട്ട് ദ്വാരക്കണം ചെന്നിട്ടും പ്രത്യേകിച്ചിട്ടും ഈ സംരംഭത്തെ ദുനിയാവിടെ 4 ഭാഗത്തും കാട്ടിക്കൊടുത്തോണ്ടുള്ള സിൽസില മീഡിയത്തുക്കും അതേപോലെ നല്ല സൗണ്ട് സിസ്റ്റം ഇവിടെ എന്തൊരു പേര്
భారత్ సిస్టమ్ డాలు మార్గం ప్రత్యేక అభినందన అక్కడ